അലൈക്കും വറഹ്മത്തുള്ള. 4-ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിലെ അഖീദയിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഖീദ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്ന പുസ്തകമാണ് അല്ലേ. നമ്മൾ എന്തൊക്കെ വിശ്വസിക്കണം? അള്ളാഹുവിനെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, നബിമാരെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അഖീദയിൽ പറയാം അല്ലേ. ഫിഖ് ആവുമ്പോൾ നമ്മൾ നിസ്കരിക്കേണ്ടത് എങ്ങനെ, ഒളു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അങ്ങനെയൊക്കെ പഠിക്കാം. ഇവിടെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹു മൗജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉള്ളവനാണ് അല്ലേ. അള്ളാഹു ഉള്ളവനാണ്, അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് അല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് ആദ്യത്തെ പാഠത്തിൽ പഠിക്കുന്നത്. നമ്മൾ 3-ാം ക്ലാസ്സിൽ കുറച്ച് പഠിച്ചിരുന്നു. അത് തന്നെ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്കാണ് ഈ പാഠം. നോക്കുക, സർവ്വലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹു. എല്ലാവർക്കും അറിയാം അല്ലെ. അള്ളാഹു ആണ് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഈ ലോകം മുഴുവൻ പടച്ചതും അത് നിയന്ത്രിക്കുന്നതൊക്കെ ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. വേറെ ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആരാധിക്കാൻ പാടില്ല. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. എന്താ എന്നെന്നുള്ളവൻ എന്ന് പറഞ്ഞാല്? അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് നമുക്കൊരു ബർത്ത് ഡേറ്റ് ഉണ്ടാവും, അന്നാണ് നമ്മൾ ജനിച്ചത്. അതിനു മുമ്പ് നമ്മളുണ്ടോ? ഇല്ല, നമ്മളില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെന്താകും? മരിക്കും. എന്നിട്ട് നമ്മളെ മയ്യത്ത് ഖബറിൽ കൊണ്ടുവെക്കും അല്ലേ. അപ്പൊ അതോടുകൂടി നമ്മളെന്തായി കഴിഞ്ഞു, നമ്മളെ കാലം കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഒരു തുടക്കമുണ്ട്, ഒരവസാനമുണ്ട്. പക്ഷെ അങ്ങനെയല്ല അള്ളാഹു. അള്ളാഹു എന്നെന്നുള്ളവനാണ്. അവന് തുടക്കവും അവസാനവും ഇല്ല. അവന് തുടക്കമില്ല, അവസാനമില്ല. എന്നാണ് തുടങ്ങിയത്? അള്ളാഹു എന്നാ ഉണ്ടായത് എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം അള്ളാഹു പണ്ടേ ഉണ്ട്. അതുപോലെ അവന് അവസാനവും ഇല്ല. കാരണം അള്ളാഹു കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു മരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു എന്നെന്നുള്ളവനാണ്. അവനെപ്പോലെ ആരുമില്ല. അവനെപ്പോലെ ആരുമില്ല. അള്ളാഹിനെ പോലെ വേറെ ആരും ഉണ്ടാവൂല. പിന്നെ അവന് തുല്യമായി ഒരു വസ്തുവുമില്ല. അള്ളാഹിനെ പോലെ തുല്യമായിട്ട് ഒരു വസ്തു നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന് തുല്യമായി ഒരു ലോകത്ത് ഒരു വസ്തുവും ഇല്ല, ഒരാളുമില്ല. പിന്നെ അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. അള്ളാഹുവിന് നമുക്കിപ്പോൾ ജീവിക്കണമെങ്കിൽ നമുക്ക് വേറൊരാളെ ആശ്രയിക്കണം. നമുക്ക് ഭക്ഷണം വേണം, ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ മരിക്കും. ഓക്സിജൻ വേണം, നമ്മൾ മരിക്കും ഓക്സിജൻ ഇല്ലെങ്കിൽ. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ വസ്ത്രം അലക്കി തരാൻ ഉമ്മ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സഹായം തേടുന്നത്. പക്ഷെ അള്ളാഹ്ക്ക് ആരും സഹായം വേണ്ട. അള്ളാഹുവിന് ഒരാളുടെയും സഹായം വേണ്ട, ഒരു വസ്തുക്കളുടെയും സഹായം, ഒന്നിൻ്റെയും സഹായം അള്ളാഹുവിന് വേണ്ട. അതാണ് അള്ളാഹു. അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. ഇവയെല്ലാം അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്ത്. എന്താ വാജിബ് എന്ന് പറഞ്ഞാൽ? അഥവാ ഉണ്ടാവൽ അനിവാര്യമാണ്. ഈ സിഫത്ത് ഉണ്ടായാലേ അള്ളാഹു ആകുള്ളൂ. സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം. ഇതുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു ആകുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ പെട്ടതാകും. അവ നമുക്ക് ഇങ്ങനെ പഠിക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്ത് 5 ഇവിടെ പഠിക്കുന്നുണ്ട്. 1, ഉള്ളവനായിരിക്കും. അതിൻ്റെ അറബി എന്താ? വുജൂദ്, ഉള്ളവനായിരിക്കുക. അപ്പം അറബിയും അതിൻ്റെ മലയാളം രണ്ടും പഠിക്കണം ഇവിടെ. ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത്. അടുത്തത്, അള്ളാഹുവിന് തുടക്കമുണ്ടോ? ഇല്ല. അപ്പം തുടക്കമില്ലാത്തവൻ എന്നുള്ളതിൻ്റെ അറബി എന്താ? ഖിദം. 1 പഠിച്ചു, ഉള്ളവനായിരിക്കുക, അതിന് വുജൂദ്. പിന്നെ തുടക്കം ഇല്ലാത്തവനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ ബർത്ത് ഡേറ്റ് പറഞ്ഞ സംഭവമില്ല. അല്ലെങ്കിൽ അള്ളാഹു ഇന്ന ഡേറ്റിനാണ് തുടങ്ങിയത്, അല്ലെ അള്ളാഹു ഇന്ന ദിവസമാണ് അള്ളാഹു ഉണ്ടായതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ തുടക്കമില്ലാത്തവൻ എന്താ പറയുക? ഖിദം 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 ഖിദം. അടുത്ത് അന്ത്യമില്ല. അന്ത്യമില്ല എന്ന് പറഞ്ഞാൽ അവസാനമല്ല. അള്ളാഹു മരിക്കുക, അല്ലെങ്കിൽ അള്ളാഹു ഇല്ലാതാവുക, അള്ളാഹു നശിക്കുക, അങ്ങനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അന്ത്യം ഇല്ലാതിരിക്കുക. അള്ളാഹുവിന് അന്ത്യമില്ല. അതിനെന്താ പറയുക? ബക്കാഹ്. ഇപ്പോൾ 3 പഠിച്ചു, വുജൂദ്, ഖിദം, ബക്കാഹ്. ഇനി സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാണ്. അള്ളാഹു സൃഷ്ടികളോട് എല്ലാ നിലക്കും എന്താണ്? വ്യത്യസ്തമാണ്. അതിനെങ്ങനെ പറയാം? മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. അടുത്ത് സ്വയം നിലനിൽക്കലാണ്. അള്ളാഹുവിന് മറ്റൊരാളെ സഹായമോ മറ്റേതെങ്കിലും വസ്തുവിന്റെ സഹായമോ ആവശ്യമില്ല. അതിനെങ്ങനെ അറബി പറയാം? ഖിയാമും ബിൻ നഫ്സ്. ഖിയാമും ബിൻ നഫ്സ്. ഇനി അള്ളാഹുവിന് 20 വാജിബായ സിഫത്ത്. ഞാൻ പറഞ്ഞു, സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം. പിന്നെ വാജിബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ അനിവാര്യമായത്. അപ്പോൾ അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായ 20 സിഫത്ത് ഉണ്ട്. നിർബന്ധമായി ഉണ്ടാവേണ്ട സിഫത്ത് എത്രയാണ്? 20. അടുത്ത് 20 മുസ്തഹീലായ സിഫത്ത്. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാവാൻ പാടില്ലാത്തത്. ഇതുണ്ടായാൽ അള്ളാഹു ആകൂല. അങ്ങനത്തെ സിഫത്തുകൾക്കാണ് ഇത് പറയുക മുസ്തഹീലായ സിഫത്ത്. പിന്നെ ഒരു ജായിസായ സിഫത്തും. അപ്പോൾ മൊത്തം 41 സിഫത്ത്. 20 വാജിബായ സിഫത്തും 20 മുസ്തഹീലായ സിഫത്തും 20 ഒരു ജായിസായ സിഫത്തും. നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഉത്തരം എഴുതാം. അള്ളാഹുവിൻ്റെ 5 വിശേഷണങ്ങൾ. അത് നമ്മൾ അറബി എഴുതിയാലും കുഴപ്പമില്ല, മലയാളം എഴുതിയാലും കുഴപ്പമില്ല. വുജൂദ്, ഖിദമു, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സ്. അറബി ആണെങ്കിൽ
മലയാളമാണെങ്കിൽ ഉള്ളവനായിരിക്കുക, തുടക്കമില്ലാതിരിക്കൽ, അന്ത്യമില്ലാതിരിക്കൽ, സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമായവൻ, സ്വയം നിലനിൽക്കൽ. അങ്ങനെ 5 അടുത്ത യോജിച്ചവ എടുത്തെഴുതാം. തുടക്കം ഇല്ലാതിരിക്കൽ. എന്താണ് തുടക്കം ഇല്ലാതിരിക്കൽ എന്നുള്ളതിന്റെ അറബി? ഖിദമ്. അപ്പൊ നമ്മൾ അറബിയും മലയാളം നല്ലോണം പഠിക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പൊത്തിപ്പിടിച്ചിട്ട് ഇത് കിട്ടണം, ഇത് പൊത്തിപ്പിടിച്ചാൽ ഇതും കിട്ടണം. രണ്ടും നമ്മൾ നല്ലോണം ബൈഹാട്ടാക്കണം, പരീക്ഷയ്ക്ക് വരും. കാരണം നമ്മളെ പുതിയ പുസ്തകം മാറിയതിന് ശേഷമുള്ള പരീക്ഷ ഈ ക്വസ്റ്റ്യൻ ആൻസർ അനുസരിച്ചായിരിക്കും ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. കാരണം മുൻകാല ചോദ്യങ്ങളൊന്നും നമുക്ക് ആ രൂപത്തിലാവാൻ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പുസ്തകം മാറിയത് കൊണ്ട് ചോദ്യത്തിന്റെ രീതിയൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ തുടക്കമില്ലാതിരിക്കൽ അറബി എന്താണ്? ഖിദമ്. അടുത്ത് ഉള്ളവനായിരിക്കുക, ഏതാണ്? വുജൂദ്. അടുത്ത് സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരായവൽ മുഖാലഫത്തുലിൽ ഹവാദിസ്. അന്ത്യമില്ലാതിരിക്കൽ ഏതാണ്? ബഖാ. അടുത്തത് സ്വയം നിലനിൽക്കൽ, ഖിയാമും ബിൻ നഫ്സ്. അടുത്ത എണ്ണം എഴുതാം. വളരെ സിമ്പിൾ ചോദ്യമാണ്. വാജിബായ സിഫത്തുകൾ 20, മുസ്തഹിലായ സിഫത്ത് 20, ജായിസായ സിഫത്ത് 1. അപ്പൊ ഈ പാഠം വളരെ സിമ്പിളാണ്.